ഇലക്ഷനൊക്കെയല്ലേ വരുന്നത്. മണ്ഡലത്തിൽ ഒരു ഓളമൊക്കെ ഉണ്ടായില്ലെങ്കിൽ പിന്നെ എങ്ങനെ? പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ BJP-ക്കാർ ഈ രീതിയിൽ വിചാരിച്ചാൽ അവരെ തെറ്റു പറയാൻ സാധിക്കില്ല. വമ്പൻ പ്രതിഷേധമാണ് BJP-ക്കാർ പ്ലാൻ ചെയ്തത്. അതും പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മന്റെ വീട്ടിലേക്ക്. ശക്തമായ മുദ്രാവാക്യവുമായി ഓടിയെത്തിയ BJP-ക്കാരെ കണ്ട് വീട്ടിൽ നിന്ന് ചാടിയിറങ്ങി ചാണ്ടി ഉമ്മൻ. പിന്നാലെ നേരെ BJP-ക്കാരുടെ മാർച്ചിനിടയിലേക്ക്. ഇപ്പോൾ ഞങ്ങളാരായി എന്ന ഭാവമായിരുന്നു BJP-ക്കാരുടെ മുഖത്ത് പ്രതിഫലിച്ചത്. ശത്രുവിനോട് പോലും ക്ഷമിച്ചും തനിക്ക് നേരെ തിരിയുന്നവരുടെ ചിന്താഗതിയെ സ്മരിച്ചും ജീവിച്ചു മരിച്ച ഉമ്മൻചാണ്ടിയുടെ ചോരയല്ലേ. അപ്പോൾ അങ്ങനെയല്ലേ സംഭവിക്കൂ എന്ന് പുതുപ്പള്ളിക്കാർ അടക്കം പറഞ്ഞു. പുതുപ്പള്ളിയിൽ വികസന മുരടിപ്പ് ആരോപിച്ച് ചാണ്ടിയുമ്മൻ MLA-യുടെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിനെ BJP-ക്കാർ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അനുകൂലമാക്കി ചാണ്ടിയുമ്മൻ മാറ്റി. മാർച്ച് കഴിഞ്ഞ് മടങ്ങാൻ തുടങ്ങിയ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇടയിൽ എത്തി കുശലം പറഞ്ഞും കൈകൊടുത്തും ചാണ്ടിയുമ്മൻ രംഗം കീഴടക്കി. മാർച്ച് ഉദ്ഘാടനം ചെയ്ത BJP മധ്യമേഖലാ പ്രസിഡന്റ് R. ഹരിയോടും മറ്റ് നേതാക്കളോടുമാണ് ചാണ്ടിയുമ്മൻ സൗഹൃദം പങ്കിട്ടത്. ഇതിന്റെ ദൃശ്യങ്ങൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. രാവിലെ 10 മണിയോടെയാണ് BJP പുതുപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റി MLA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. മണ്ഡലത്തിലെ വികസന മുരടിപ്പ് ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധം. MLA ഓഫീസിന് ഏകദേശം 100 മീറ്റർ മുൻപായി പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞു. ഈ സമയം ചാണ്ടിയുമ്മനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഓഫീസിനുള്ളിലുണ്ടായിരുന്നു. പോലീസുമായുണ്ടായ ഉന്തിലും തള്ളിലും ഇടയ്ക്ക് ഒരു പ്രവർത്തകനെ പോലീസ് ലാത്തിക്ക് കുത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ സമ്മേളനം മധ്യമേഖലാ പ്രസിഡന്റ് N. ഹരി ഉദ്ഘാടനം ചെയ്തു. മാർച്ചിന്റെ അവസാന ഘട്ടത്തിൽ ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങി വന്ന ചാണ്ടിയുമ്മൻ പ്രതിഷേധിക്കാനെത്തിയ BJP പ്രവർത്തകർക്ക് നേരിട്ട് കൈ നൽകുകയായിരുന്നു. MLA-യുടെ ഈ അപ്രതീക്ഷിത നീക്കത്തോട് പല BJP പ്രവർത്തകരും ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെയാണ് പ്രതികരിച്ചത്. എന്നാൽ ഇതിനിടെ ചില പ്രവർത്തകർ തമ്മിൽ തർക്കത്തിലേക്കും സംഘർഷത്തിലേക്കും നീങ്ങിയെങ്കിലും പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കി. ചാണ്ടിയുമ്മന് നേരെ ചില BJP-ക്കാർ തിരിഞ്ഞെങ്കിലും നേതാക്കന്മാർ തടഞ്ഞതോടെ വലിയ കോലാഹലങ്ങളില്ലാതെ മാർച്ച് അവസാനിച്ചു. MLA-യുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അവസാനിപ്പിച്ചതിന് ശേഷം BJP പ്രവർത്തകർക്കിടയിലേക്ക് കടന്നുവന്ന് പ്രവർത്തകർക്ക് അസ്തദാനം കൊടുക്കാൻ ശ്രമിച്ച ചാണ്ടിയുമ്മൻ MLA-യെ BJP പ്രവർത്തകർ ഗോ ബാക്ക് വിളിച്ച് കൂകി വിളിക്കുകയായിരുന്നു. എന്നിട്ടും ചാണ്ടി പിന്മാറിയില്ല. ആ വീഡിയോ ദൃശ്യങ്ങൾ കാണാം. ആദ്യം കൂട്ടുകാരെ അവസാനം പറഞ്ഞു ശരിക്കും ഉണ്ടല്ലേ. ഹലോ പള്ളി എല്ലാം പറഞ്ഞോണ്ട് അതേ തോന്ന് കാണാൻ വേണ്ടി അത് മാത്രം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ആവശ്യപ്പെട്ടു പോലീസ് നിൽക്കരുത്. ഞാൻ പറഞ്ഞു ഞാൻ പോലീസിനോട് ഒഫീഷ്യലി ആവശ്യപ്പെട്ടു. ഒരു കേസിന്റെ ആവശ്യം നാണംകെട്ട പരിപാടിക്കാണ്. വികസന അവസാനം മീനാ ജോർജിനെ പോലെ കഴുത്തെ പിടിച്ച് കല്ലെ പിടിച്ച് അത് ന്യായമൊന്നുമല്ല. അല്ലെങ്കിൽ അത് ശരിയായ ഒരു നടപടിയല്ല. അത് ശരിയായ നടപടിയല്ല. അത് ശരിയല്ല.